ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇതുപോലൊരു പഴയ ഫാൻ നമ്മൾ BLDCയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ ഒരു ഫാൻ കൺവേർട്ട് ചെയ്തിരുന്നു. ഇതൊരു 15 കൊല്ലം പഴക്കമുള്ളൊരു ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ ബെയറിംഗ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മളൊന്ന് ബെയറിംഗ് ഒക്കെ മാറായിരുന്നു. അപ്പോൾ പിന്നെ ഇതിലോട്ട് BLDCയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ കറണ്ട് ചാർജിൽ നല്ലൊരു വ്യത്യാസം വരും. ഇത് നല്ല കറണ്ട് വലിക്കുന്നൊരു ഫാനാണ്. ഓൾറെഡി ഒരു 15 വർഷത്തെ പഴക്കമുണ്ട്. ഇടയ്ക്ക് നമ്മൾ കപ്പാസിറ്ററൊക്കെ മാറി കൊടുത്തായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ലീഫൊക്കെ അഴിച്ചെടുത്തെല്ലാം വെച്ചിരിക്കുകയാണ്. ഒത്തിരി ലാഗ് വരണ്ടെന്ന് വെച്ച്. അതിന് മുമ്പായിട്ട് നമ്മുടെ BLDC കിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിറ്റിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കിറ്റ് ഒന്ന് തുറന്നു നോക്കാം. കിറ്റ് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലൊരു മാഗ്നറ്റ്. പിന്നെ വരുന്നതാണ് നമ്മുടെ കോയിൽ. പിന്നെ ഇതിൻ്റെ ഒരു കപ്പ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ ബോർഡ്, ഇവനാണ് മെയിൻ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെയാണ്. ഇതിൽ 220 AC-യിലും വർക്ക് ചെയ്യും, 12 വോൾട്ട് DC-യിലും വർക്ക് ചെയ്യും. വയർ മാറിപ്പോവാതെ നോക്കുക. പിന്നെ ഉള്ളത് കുറച്ച് സ്പേസറാണ്. പിന്നെ വരുന്നത് നമ്മുടെ റിമോട്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള റിമോട്ട് തന്നെ. ഇനി നമുക്ക് ഈ ഫാനൊന്ന് അഴിച്ചു നോക്കാം. ആദ്യം അഴിച്ച് മാറ്റുന്നതിൻ്റെ വയറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫാനിൻ്റെ മെയിൻ സ്ക്രൂകളാണ്. കഴിക്കാം. ഇനി ഇത് വളരെ ഈസിയാണ്. ഇങ്ങനെ താഴത്തോട്ട് എടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയ്യിലിങ്ങനെ വെറുതെ പിടിച്ചോണ്ടൊന്ന് തട്ടുക. കണ്ടോ, സൗണ്ട് കേട്ട് തുറന്നു പോകുന്നു. ഇങ്ങനെ മേൽപോട്ട് വീഴുക. കണ്ടോ, ഇതിനകത്തൊക്കെ നല്ലപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. കണ്ടോ, തുരുമ്പായി. ഒരു 15 വർഷത്തെ പഴക്കമുണ്ട്. പിന്നെ ഉള്ളതാണ് ഇതിൻ്റെ കോയിൽ. അത് നമുക്ക് പതിയെ തട്ടി ഊരിയെടുക്കണം. ചെറിയൊരു ചുറ്റി എടുത്ത് പതിയെ ഇവിടെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട്. അപ്പോൾ നമ്മളിത് ഊരിയെടുത്തിട്ടുണ്ട്. കുറച്ച് ശ്രമകരമായിരുന്നു, തുരുമ്പിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ബെയറിംഗ് അടക്കം ഊരിപ്പോകുന്നു. എന്തായാലും നമ്മൾ ഈ ബെയറിങ്ങും 2 ബെയറിംഗ് നമ്മൾ മാറുന്നുണ്ട്. ഈ ബെയറിംഗ് പറ്റേ പോയതാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ച് തരാം. കണ്ടില്ലേ, അതുപോലെ നല്ല മുഴക്കമാണ് സൗണ്ട്. അതിൻ്റെ കൈ കൊണ്ട് തിരിക്കുമ്പോൾ തന്നെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിനകം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നിറച്ച് തുരുമ്പ. അതിനുശേഷം ഈ ബെയറിംഗ് കൂടി ഊരണം. ഈ ബെയറിംഗും പോയിരിക്കുക, കറക്കം അറിയുക. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ലിവർ കൊണ്ട് തട്ടി അത് ഊരണം. നമ്മൾ ഇതിനകത്ത് ബെയറിങ്ങും ഇങ്ങനെ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെയറിങ്ങിൻ്റെ സൗണ്ടും കേൾക്കാം. കണ്ടോ, ഈ ബെയറിങ്ങും പറ്റേ പോയതാണ്. ബെയറിങ്ങിൻ്റെ നമ്പർ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 62.01.02. രണ്ടാമത് വലിയ ബെയറിങ് ഇതിൻ്റെ പുറകിൽ വരും, മറ്റേത് ആദ്യം വരും. ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളെല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ തുരുമ്പിച്ച് പിടിച്ചു പോയതാണ്. ഇപ്പോൾ നമ്മൾ 2 ബെയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബെയറിംഗ് നമുക്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്യാം. ഈ ബെയറിംഗ് ഫിറ്റ് ചെയ്യാനായിട്ട് വെറുതെ ഇതിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് തട്ടി കൊടുത്താൽ മതി, നിലത്തോട്ട് ഇറങ്ങി പോകും. അതുപോലെ തന്നെ ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തന്നെ ബെയറിംഗ് ഇതിൽ നല്ലപോലെ ഫിറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും ഫിറ്റാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ പഴയ കോയിലാണിത്. ഇതിൻ്റെ പുതിയ കോയിൽ. പുതിയ കോയിൽ നമുക്ക് ഇതുപോലെ ഇതിനകത്തോട്ട് കയറ്റി ഇടണം.
ഇതേപോലെ നമ്മൾ ഫിറ്റ് ആക്കണം. എന്നിട്ട് വേണം നമ്മളിതിൻ്റെ മാഗ്നറ്റ് ഉറപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ മാഗ്നറ്റ് പിടിപ്പിച്ചു. അതിനുശേഷം സ്പേസർ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് വേണം ഇങ്ങനെ ഇട്ട ശേഷം സ്പേസർ ഇതിൻ്റെ ലെവലാക്കിയിട്ട് കുറച്ച് രായി കളഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ച് പതിയെ എല്ലാ വശവും തട്ടി തട്ടി കയറ്റി നോക്കണം. അതിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കണ്ടോ, എവിടെയും തട്ടുന്നില്ലെന്ന് ഉറപ്പാക്കണം. ഈ ഗ്യാപ്പ് എല്ലാം നോക്കിക്കോണം, ഒരേരുതൊട്ടും ഓരോന്ന് തട്ടി തട്ടി കെട്ടി മൂന്നും ഏതാണ്ട് ഒരുപോലെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടോ, നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്, എവിടെയും തട്ടുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി ഇത് കവർ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ കവർ ഫിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഇതേപോലെ കയറ്റി ഇട്ടിട്ടുണ്ട്. എല്ലാ വശവും ഒന്ന് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചിട്ട് നമുക്കിതിൻ്റെ സ്ക്രൂ എടുത്ത് വീണ്ടും പിടിപ്പിച്ചേക്കും. ഇപ്പോൾ നമ്മൾ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് കറക്കി നോക്കാം. കണ്ടോ, ഒട്ടും പറയുന്നില്ല, നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞു. ഇനിയുള്ള നിസ്സാര പരിപാടിയാണ്. ഇനി ഇതേപോലത്തെ ഒരു കവർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, തന്നിട്ടില്ലായിരുന്നു. ആ കവർ ഇതിലൂടെ കയറ്റി നേരെ താഴത്ത് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഇതിൻ്റെ ബോർഡ് എടുക്കുക. ബോർഡ് നമ്മൾ നേരെ ഇതിലേക്ക് കൊണ്ടുവരണം. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹോളുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ഏത് ഹോളാണെന്ന് വെച്ചാൽ ആ ഹോൾ നോക്കിയിട്ട് ഇത് കണ്ടോ, ഇതിന് ചേർന്ന വിധത്തിൽ ഇതിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ നോക്കിയിട്ട് ഏതെന്ന് വെച്ചാൽ ചെറിയ 2 സ്ക്രൂ കൊടുക്കുക. അപ്പോൾ എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനെ കണക്ഷൻ കൊടുക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. കണക്ഷൻ ഇവിടെയാണ് കൊടുക്കുന്നത്. കണ്ടോ, ഈ കപ്ലർ നേരെ ഇതുവഴി എടുത്ത് നേരെ ഈ ഹോൾ വഴി വെളിയിലിറക്കുക. അതിനുശേഷം ഇതിവിടെ എത്തിക്കോളും. ഈ ലോക്ക് ഇവിടെ വരുന്ന രീതിയിൽ കണ്ടോ, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ലോക്ക് കയറി വീണു. ഇനി ഇത് ഫിറ്റാണ്, ഇതൊന്നും ചെയ്യണ്ട. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം, മാറിപ്പോകരുത്. 220 DC ഇത് മറ്റേ AC കൊടുക്കേണ്ടത്. DC വയറിൻ്റെ ആവശ്യം നമുക്കില്ല. DC കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാ ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ ഇത് പ്രവർത്തിക്കും. നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കും. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയർ തൽക്കാലം നമുക്ക് കട്ട് ചെയ്തൊരു ഇൻസുലേഷൻ ടേപ്പ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് കൂട്ടിമുട്ടരുത്, ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് രണ്ടളവിൽ വെച്ചിട്ട് ഇൻസുലേഷൻ ചെയ്യുക. ഇനി നമുക്കിതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇടാം. അതിന് മുമ്പായിട്ട് ഞാൻ റിമോട്ട് നമുക്ക് 2 ബാറ്ററി ഇടേണ്ടതുണ്ട്. അതിപ്പോൾ നിലവിൽ ബാറ്ററി ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ 2 ബാറ്ററി മേടിച്ചിട്ടുണ്ട്. ചെറിയ റിമോട്ട് ബാറ്ററിയാണ് വരുന്നത്. കണ്ടോ, ബാറ്ററി എടുക്കുക, ഇതിലിടുക. കണ്ടോ, ലൈറ്റ് തെളിയുന്നുണ്ട്. ഇതുമായിട്ട് പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഫാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മൾ നേരത്തെ ചെയ്തൊരു ഫാനാണ്. ഇതൊരു വലിയ ഫാനാണ്. കണ്ടോ, ഇത് ഇതിൻ്റെ റിമോട്ടാണ്. കണ്ടോ, നല്ല വർക്കിംഗ് ആണ്. ഇതിപ്പോൾ 6-7 മാസമായി, ഇപ്പോഴും നല്ല ഒരു കുഴപ്പമില്ല, നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ ഫാൻ ഫിറ്റ് ചെയ്യാം. നമ്മളെപ്പം ചെയ്യുന്ന പോലെ തന്നെ ഇതിന് ഫാനിന് സ്വിച്ചിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും അറിയാതെ റെഗുലേറ്റർ സ്പീഡ് കുറച്ച് കഴിഞ്ഞാൽ കത്തിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഊരിയിട്ട് ഇത് ഡയറക്റ്റ് കൊടുക്കണം. റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. അല്ലാതെ നമ്മൾ നേരിട്ട് സ്വിച്ച് അല്ലാണ്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫാൻ ഫുള്ളി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് കറക്കി നോക്കുകയാണ്. കൈകൊണ്ട് കറക്കിയപ്പോൾ നല്ല ഫ്രീ ആണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കണം. സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഫാൻ പതിയെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫാൻ ഓഫ് ചെയ്യാം. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റിമോട്ട് വെയർ ചെയ്യേണ്ടതുണ്ട്. റിമോട്ട് വെയർ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഫാൻ ഫുള്ളി ഓഫായി കഴിഞ്ഞ ശേഷം റിമോട്ടിലെ
ഈ ബട്ടൺ ഉണ്ടല്ലോ, പവർ ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. ആദ്യം നമ്മൾ ഇത് ഞെക്കി പിടിക്കുക, റെഡ് കളഞ്ഞുകൊണ്ട് സ്വിച്ച് ഓൺ ആക്കുക. ഒരു സൗണ്ട് കേട്ട്, 2 സൗണ്ട് കേട്ട്, ഇപ്പോൾ പെയറായി ഉണ്ടോ. ഇത് നമുക്കിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 1, 2, 6, 5 അങ്ങനെ പല പല മോഡുകളുണ്ട്. ഒരു 3 തന്നെ മതിയാവും. ആർക്കെങ്കിലും ഈ കിറ്റ് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് ഇട്ടേക്കാം. അതിൻ്റെ ഫോൺ നമ്പർ അദ്ദേഹത്തിന് വിളിച്ച് ചോദിച്ചാൽ മതി. ഇതിൻ്റെ വില വരുന്നത് 1500 ആണ്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. വീണ്ടും എൻ്റെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്